ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിലിരുന്ന് കുറച്ച് പേര് കോലം ഇടുന്നുണ്ട്. അങ്ങനെ അതൊന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ഇവരടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ചെറിയ ക്ഷേത്രമാണെന്ന് പറഞ്ഞ് ഇത് വലിയൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം നവരാത്രി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ പത്മനാഭപുരം കൊട്ടാരത്തുനിന്ന് ദൈവങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവമുണ്ട്. അപ്പം ഒരു ഉത്സവം പ്രമാണിച്ചാണ് ഇവർ ഈ കോലമിടൽ മത്സരമൊക്കെ നടത്തുന്നത്. അവരിതിനെ കോലപ്പോട്ടി എന്നാണ് കണ്ടാണ് പറയുന്നത്. കൊച്ചുങ്ങൾ മുതൽ വയസ്സായ അമ്മൂമ്മമാർ വരെ ഈ ഒരു കോലപ്പോട്ടിക്ക് ഇവിടെ ഇരിക്കുകയാണ്. എല്ലാം നല്ല അടിപൊളി കോലങ്ങളായിരുന്നു. അവർ നല്ല സ്പീഡിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴൊന്നും പറയത്തില്ല. അങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം അവിടെ ഇരിക്കണം. നമുക്കാണെങ്കിൽ മണ്ടക്കാട് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുന്നേ പോകണ്ടേ. മാവ് വെച്ച് ഈ കോലിടുന്നത് ഉറുമ്പുകൾക്കുള്ള തീറ്റയും കൂടി കൊടുക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അരിമാവ് വെച്ചിടുന്നത്. ആൻറ്റിമാർ മാത്രമല്ല കൂട്ടുകാർ, അങ്കിളുമാരും ഇരുന്ന് കോലം ഇടുന്നുണ്ട്. ശരിക്കും ഈ കോലപ്പൊടി എന്ന് പറയുന്നത് വെള്ള കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ സിന്ദൂരങ്ങളൊക്കെ ചേർത്താണ് ഈ ഒരു കളറാക്കി എടുക്കുന്നത്. നമ്മൾ ഈ കോലപ്പൊടിയൊക്കെ ചാലക്കകത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അതും മണൽ പോലത്തെ ഒരു സംഭവമാണ്, നല്ല വെയിറ്റ് ഉള്ള ഒരു തരിതരിപ്പും പിന്നെ നല്ല വെയിറ്റും ഉണ്ടെങ്കിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ഫ്ലോ ആയിട്ട് ഇതിങ്ങനെ വീഴുന്നത്. கோயில் 61 வருட பாரம்பரியமான கோயில். இது 61வது வருட திருவிழா நடந்துட்டு இருக்கு. நம்ம கோயில் பத்மநாபபுரம் அரண்மனைக்கும் இதுக்கு நம்ம கோயிலுக்கும் ரொம்ப தொடர்புள்ள கோயில். நம்ம கோயில் என்னன்னா, இங்கேருந்து நவராத்திரிக்கு போகும்போது சாமி இங்கே உட்கார்ந்து தான் எல்லா வாட்டியும் போகும். அவ்வளோ ரொம்ப பழமை பிரசித்தி பெற்ற கோயில். நமக்கு எல்லா நாளும் 10 நாள் திருவிழா நடக்கும். 8ஆம் திருவிழா பால்குட இது நடக்கும். 10ஆம் திருவிழா பொங்கல் இது நடக்கும். ரொம்ப விமர்சையாட்டு 365 குடும்பங்கள் இந்த கோயிலில் இருக்குது. நம்ம கோயிலுக்கு ஒரு பேங்கு, ஒரு திருமண மண்டபம் இதெல்லாம் எனக்கு நல்லபடியாக நடந்துட்டு இருக்கு. എല്ലാ സമുദായ മക്കളും ചേർന്ന് இந்த கோயில் சிறப்பாக നടത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് കാട്ടാത്തുറൈ എന്നാണ്. അമ്മൻ ക്ഷേത്രമാണ്. ഇത് കാട്ടാത്തുറയിലാണ് സ്വീകരിക്കുന്നത്. പല കൊല്ലങ്ങളായിട്ട് രാജാക്കന്മാരുടെ കാലത്ത് നിന്നുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിപ്പോൾ 10 ദിവസം നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നുള്ളത് കോലപ്പോട്ടി, ബാലൻസ്